Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ Evoto എന്ന നെക്സ്റ്റ് ജനറേഷൻ AI ഫോട്ടോ എഡിറ്റർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മറ്റുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ ഫോട്ടോസും എഡിറ്റ് ചെയ്യാറുള്ളത്. ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് ക്ലിക്കുകളിലൂടെ നമുക്ക് വേണ്ട റിസൾട്ട് അച്ചീവ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. ഈ സോഫ്റ്റ്വെയർ ഇമേജുകളിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. Evoto എന്ന ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഇന്റർഫേസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഇമേജസിനെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാനുള്ള ഈ ഒരു വിൻഡോ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടോ ഇതിലേക്ക് ഇമേജസിനെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തുകൊണ്ടോ ഒരു പുതിയ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആവശ്യമുള്ള ഇമേജസിനെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് ഒരേ സമയം എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ കാണുന്ന ഈ ഒരു പിക്ചേഴ്സിനെയാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൽ എഡിറ്റ് ചെയ്യാനായി യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു പിക്ചേഴ്സിനെ സെലക്ട് ചെയ്ത് ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഈ ഒരു പിക്ചേഴ്സ് ഇതിൽ ഇമ്പോർട്ട് ആയിരിക്കുകയാണ്. ഈ ഒരു സെക്ഷനിൽ ഈ ഒരു പിക്ചേഴ്സ് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പിക്ചേഴ്സിനെ ഇതുപോലെ സ്വിച്ച് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ആദ്യമായി ഈ ഒരു പിക്ചറാണ് ഞാൻ എഡിറ്റിംഗ് ചെയ്യുവാനായി യൂസ് ചെയ്യുന്നത്. മൗസിന്റെ സ്ക്രോൾ ബട്ടൺ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ സൂം ഇൻ ആവുകയും സ്ക്രോൾ ഔട്ട് ചെയ്യുകയാണെങ്കിൽ സൂം ഔട്ട് ആവുകയും ചെയ്യുന്നതാണ്. കൂടാതെ നമുക്ക് കൺട്രോൾ+, കൺട്രോൾ- തുടങ്ങിയ ഷോർട്ട് കീസും സൂം ഇൻ സൂം ഔട്ടിനായി യൂസ് ചെയ്യാവുന്നതാണ്. സ്പേസ് ബാർ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹാൻഡ് ടൂൾ ഇവിടെ ലഭിക്കുന്നതാണ്. ഇതിലൂടെ നമുക്ക് പാൻ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യമായി ഈ ഒരു ഫേസിലെ ഫ്രാക്കിൾസ് ആൻഡ് ആക്നിയാണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ക്വിക്കായി ഇതിനെ റിമൂവ് ചെയ്യുന്നതിനായി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു പ്രിസെറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. നാച്ചുറൽ 01 എന്ന ഈ ഒരു പ്രിസെറ്റ് ആണ് ഞാൻ ഇതിൽ ട്രൈ ചെയ്യുന്നത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ ഒരു ഫേസ് ഇതുപോലെ ക്ലീൻ ആയിരിക്കുകയാണ്. ഈ ഒരു സ്കിൻ ടോണിലെ ടെക്സ്ചർ നഷ്ടപ്പെടാതെ നമ്മൾ ഈ ഒരു ഫ്രാക്കിൾ ആൻഡ് ആക്നീസ് ക്ലിയർ ചെയ്തിരിക്കുകയാണ്. മറ്റുള്ള സോഫ്റ്റ്വെയർസിൽ ഒരുപാട് ടൈം നമുക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. നമ്മളിവിടെ ഒരു പ്രിസെറ്റ് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഇതുപോലെ ക്ലീൻ ആയ ഒരു റിസൾട്ട് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഗ്ലോയിങ്, ഹൈ എൻഡ്, വെഡ്ഡിംഗ് തുടങ്ങിയ ഒരുപാട് പ്രിസെറ്റ്സ് ഇവിടെ കാണാവുന്നതാണ്. നമുക്കിതിൽ നിന്ന് നമുക്ക് ആവശ്യമായ പ്രിസെറ്റിനെ ചെക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ഹൈ എൻഡ് എന്ന ഈ ഒരു പ്രിസെറ്റ് ആണ് ഇവിടെ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു റിസൾട്ട് ഇവിടെ കാണാവുന്നതാണ്. ഇനി ഈ ഒരു ഇമേജിന്റെ ഒറിജിനലുമായി കമ്പയർ ചെയ്യാനായി നമുക്ക് റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ റിസൾട്ട് ഒറിജിനൽ ഇമേജുമായി കമ്പയർ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു പ്രിസെറ്റ് യൂസ് ചെയ്യാതെ നമുക്ക് മാനുവലായി നമുക്ക് വേണ്ട ചേഞ്ചസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി ഞാൻ ഈ പ്രിസെറ്റ് ഇവിടെ നിന്ന് ഈ ഒരു നൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഒറിജിനൽ ഇമേജ് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ മറ്റൊരു പ്രത്യേകത ആഡ് ചെയ്യുന്ന ഇമേജിലെ ഫേസിന്റെ ജെൻഡർ, ഏജ് തുടങ്ങിയ ഓട്ടോമാറ്റിക്കായി ഡിറ്റക്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഈ ഒരു പിക്ചർ ഇവിടെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഫീമെയിൽ എന്ന കാറ്റഗറിയാണ് ഈ ഒരു ഇമേജ് ഓട്ടോമാറ്റിക്കായി ഡിറ്റക്ട് ആയിരിക്കുകയാണ്. നമുക്കിവിടെ ഫ്രാക്കിൾ ആൻഡ് ആക്നി എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. മാനുവലായി നമുക്ക് വേണ്ട രീതിയിൽ ഇവിടെ നിന്ന് ഈ ഒരു സ്ലൈഡർ റൈറ്റ് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആവശ്യമുള്ള റിസൾട്ട് അച്ചീവ് ചെയ്യാവുന്നതാണ്. ഫ്രാക്കിൾ ആൻഡ് ആക്നി എന്ന ഈ ഓപ്ഷൻ കൂടാതെ ഫേസ് മോൾ, ബോഡി ബ്ലെമിഷ് തുടങ്ങിയ ധാരാളം ഓപ്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ നിന്ന് ആവശ്യമുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായി സ്കിൻ റീടച്ചിങ് എന്ന ഒരു ടാബ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഒരു ടാബ് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനേബിൾ ചെയ്യാം. സ്കിന്നിന്റെ സ്മൂത്ത്നെസ്, കോംപ്ലക്ഷൻ തുടങ്ങിയ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ ഒരു ടാബ്. അടുത്തതായി ഫേഷ്യൽ റീഷേപ്പ് എന്ന ഈ ഒരു ടാബ് നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിത് ക്ലിക്ക് ചെയ്തുകൊണ്ട് എനേബിൾ ചെയ്യാം. ഇതിൽ ഫേസ് ഷേപ്പ്, ഐബ്രോസ്, ഐസ്, നോസ്, മൗത്ത് തുടങ്ങിയ ഫീച്ചേഴ്സ് ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ നിന്ന് ഏതാണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ഫീച്ചർ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരു ഫേസ് ഷേപ്പ് എന്ന ഈ ഒരു ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം.
ഇവിടെ ഫേസ് ലെഫ്റ്റ്, റൈറ്റ് തുടങ്ങിയ ഈ ഒരു സ്ലൈഡേഴ്സ് ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഫേസ് റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഫേസിന്റെ സ്ട്രക്ചർ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇവിടെ ചീക്ക് ബോൺ, ജോ തുടങ്ങിയ ഫീച്ചേഴ്സും നമുക്കിവിടെ മാനുവലായി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓരോ ചേഞ്ചസ് നമ്മൾ ചെയ്യുമ്പോഴും ഒറിജിനൽ ഇമേജുമായി ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കമ്പയർ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഈ ഒരു പോർട്രേറ്റ് റീടച്ചിങ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ഈ ഒരു കാറ്റഗറിയിൽ ഫുൾ ബോഡി ഷേപ്പ്, ഫുൾ ബോഡി റീഷേപ്പ്, മേക്കപ്പ്, ഐസ്, ടീത്ത് ടച്ചപ്പ് തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഈ ഓപ്ഷൻസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള രീതിയിൽ സെക്കൻഡുകൾക്കുള്ളിൽ റിസൾട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തായി നമ്മൾ ഇതിൽ കളർ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ ഈ ഒരു കളർ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരുപാട് ഫിൽറ്റേഴ്സ് നമുക്കിതിൽ കാണാവുന്നതാണ്. മോർ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിലെ ഫിൽറ്റേഴ്സിനെ ഈ ഒരു ഇമേജിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമുക്കിവിടെ പോർട്രേറ്റ്, സിനിമാറ്റിക്, ലൈഫ് സ്റ്റൈൽ, ലാൻഡ്സ്കേപ്പ്, വൈബ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തുടങ്ങിയ ഫിൽറ്റേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. ഫിൽറ്റേഴ്സിന്റെ ഈ ഒരു എഫക്ട്സ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതുപോലെ സെക്കൻഡുകൾക്കുള്ളിൽ ഒരു ഇമേജിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നല്ല റിസൾട്ട് നമ്മൾ ഈ ഒരു ഫിൽറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ഫിൽറ്റേഴ്സ് കൂടാതെ ബേസിക്, കർവ്സ്, ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ തുടങ്ങിയ ടാബ്സ് ഇവിടെ കാണാവുന്നതാണ്. മറ്റുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തുകൊണ്ട് ഇമേജസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ ഈ ഒരു ടാബ്സ് യൂസ് ചെയ്തുകൊണ്ട് മാനുവലായി നമുക്ക് ഈ ഒരു ഇമേജിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായി കളർ ഗ്രേഡിംഗ്, ഡീറ്റെയിൽ, ലെൻസ് കറക്ഷൻ, കളർ കാലിബ്രേഷൻ തുടങ്ങിയ ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു കളർ ഗ്രേഡിംഗ് നമ്മുടെ ഇമേജിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒറിജിനൽ ഇമേജുമായി നമ്മൾ ഇതുപോലെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അച്ചീവ് ചെയ്ത ഈ ഒരു റിസൾട്ട് ഇവിടെ നിന്ന് ഇതുപോലെ കാണുവാൻ സാധിക്കുന്നതാണ്. അടുത്തായി നമ്മളൊരു ഇമേജിലെ സ്കൈ എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു ഇമേജിലെ ഈ ഒരു സ്കൈ ഇവിടെ കാണാവുന്നതാണ്. ഇതിനെ റീപ്ലേസ് ചെയ്യുന്നതിനായി ബാക്ക്ഗ്രൗണ്ട് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന ഈ ഒരു കാറ്റഗറിയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. നമുക്കിവിടെ സ്കൈ റീപ്ലേസ്മെന്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. സ്കൈ സെലക്ഷൻ എന്ന ഈ ഒരു ഓപ്ഷനിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. പല വെറൈറ്റി സ്കൈസ് ഇവിടെ കാണാവുന്നതാണ്. നമുക്കിതിൽ ആവശ്യമായ സ്കൈ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമേജിലെ സ്കൈനെ സെക്കൻഡുകൾക്കുള്ളിൽ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ഈവനിങ് സ്കൈ ആണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഈ ഒരു റിസൾട്ട് ഇവിടെ കാണാവുന്നതാണ്. ഇതുപോലെ ഒരു ഇമേജിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ക്വിക്കായി എഡിറ്റ് ചെയ്ത് നമുക്ക് വേണ്ട റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമ്മൾ എഡിറ്റ് ചെയ്ത ഇമേജിനെ ക്രോപ്പ് ചെയ്യുവാനും ഇതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ഇവിടെ ക്രോപ്പ് എന്ന ഈ ഒരു കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ആവശ്യമായ രീതിയിലുള്ള ഇതിൽ അവൈലബിൾ ആയ പ്രിസെറ്റുകൾ സെലക്ട് ചെയ്യുകയോ ഈ ഒരു ഫ്രീ എന്ന ഡിഫോൾട്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട രീതിയിൽ ഈ ഒരു ഇമേജിനെ ക്രോപ്പ് ചെയ്യുകയോ ഇവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. അടുത്തായി നമ്മൾ ഈ ഒരു എഡിറ്റ് ചെയ്ത ഇമേജുകളെ ഒരേ സമയം സേവ് ചെയ്യുന്നതിനായി കൺട്രോൾ-A പ്രസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ കൺട്രോൾ-A പ്രസ് ചെയ്തുകൊണ്ട് ഓൾ ഇമേജസിനെ സെലക്ട് ചെയ്യുകയും ഇവിടെ എക്സ്പോർട്ട് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ക്വിക്ക് എക്സ്പോർട്ട് എന്ന ഓപ്ഷനിൽ ഈ ഒരു ഇമേജസിനെ സേവ് ചെയ്യാവുന്നതുമാണ്. കൂടാതെ കസ്റ്റം സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ നിന്നും ഓരോ ഇമേജിനെ സെപ്പറേറ്റ് ആയി സെലക്ട് ചെയ്ത് ഇവിടെ കാണുന്ന ഡിഫറെന്റ് ഫോർമാറ്റുകളിലേക്ക് സേവ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഇതിന്റെ പ്രോ വെർഷൻ ഡൗൺലോഡ് ചെയ്യുകയോ ട്രയൽ വെർഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.